ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുമ്പളങ്ങ മോര് കറിന്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കണതിന് മുന്നായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിടുക. അപ്പോൾ ഈ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തേക്കുന്നത് അത് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയുടെ കഷ്ണം 2-3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂണ് മുളകും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പുകൾ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് നാളികേരം, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ കുറച്ച് ചെറുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അപ്പോഴത്തേനും കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമില്ല. നമുക്കതിലേക്ക് ഈ അരച്ച് വച്ചേക്കണ മിക്സും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തിള വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യുക, തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കാച്ചാനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക. കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മോര് കറിക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയൊരു മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയും കൂടി നോക്കാം കേട്ടോ.